ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. വീട് ഓർഗനൈസ് ചെയ്യുന്ന ചാലഞ്ചിന്റെ 15ാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കിച്ചണാണ് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. കിച്ചണിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് ഇന്ന് നമ്മൾ ഒതുക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കൗണ്ടർ ടോപ്പ് എങ്ങനെയാണ് ഒതുക്കുക എന്നുള്ളത് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാം. അതിനുശേഷം നിങ്ങളുടെ ഷെൽഫുകൾ ഒതുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഡെയിലി കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഒതുക്കി വെച്ചിരിക്കുന്നതെന്നും ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രവും ഇരുമ്പിൻ്റെ പാത്രങ്ങളുമാണ്. കാരണം നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ഇതുപോലെയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാവും നല്ലത്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡിനെ നോക്കിയിട്ട് എടുക്കുക. കാരണം കനം കുറഞ്ഞ പാത്രം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനും പാത്രം നാശാവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ദ ഇൻഡസ് വാലി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ്. ഞാൻ പല വീഡിയോസിലും കുക്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ട്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള പാത്രമാണ്. അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ചൂട് നിൽക്കും, അടുക്കി പിടിക്കുന്ന പ്രശ്നമില്ല. പിന്നെ കഴുകി വെച്ചാൽ പുതിയതുപോലെ തന്നെ ഇരിക്കും എപ്പോഴും. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പ്രോബ്ലം, അതിൻ്റെ കോട്ടിങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറും വേസ്റ്റാണ്, നമ്മുടെ ഹെൽത്തിനും അത് ഒട്ടും നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരെണ്ണം നമ്മൾ വാങ്ങി ഇത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാത്രം വാങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് ഈ പാത്രത്തിൽ ചൂട് നിൽക്കും. ഉപയോഗിച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് സൈഡിൽ കറുത്ത പാടുകളോ അടുക്കി പിടിച്ചിട്ടോ ഉണ്ടെങ്കിൽ, വളരെ അപൂർവമാണ്, അങ്ങനെ പിടിക്കാറില്ല. പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ചൂടോട് കൂടി തന്നെ ഈ പാത്രം നമ്മൾ മാറ്റുക. അതിനുള്ള ഫുഡ് മാറ്റിയിട്ട് വെള്ളം ഒഴിക്കുക. ആ ചൂടോട് കൂടി തന്നെ പാത്രത്തിന് സ്ക്രബ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല രീതിക്ക് പഴയ പോലെ വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണ ഈ പാത്രങ്ങൾ ഉപയോഗിക്കാറും കഴുകാറൊക്കെ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സും ഡിസ്കൗണ്ട് കോഡും കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പോട്ട്, പാൻ അങ്ങനത്തെയൊക്കെ ഓർഗനൈസ് ചെയ്യാൻ ഇതുപോലെയുള്ളൊരു സ്റ്റാൻഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഞാൻ കുറേ നാളായി ഉപയോഗിക്കുന്നു, 4 വർഷത്തോളമൊക്കെ ഉപയോഗിക്കുന്നു, ഒരു കേടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് അത്യാവശ്യം നല്ലതായിട്ട് വെയിറ്റുള്ള പാത്രങ്ങളടക്കം ഇതിൽ വെക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമുള്ളത്, അളവനുസരിച്ച് വേണം പാത്രങ്ങൾ വെക്കാൻ. അതായത് ഇപ്പോൾ താഴ്ഭാഗത്തായിട്ട് ചീനച്ചട്ടി അതുപോലെയുള്ള പാത്രങ്ങൾ, ഇപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണിത്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, അത് ഏറ്റവും താഴ്ത്ത് വയ്ക്കാം. മുകളിലോട്ട് പോകുമ്പോൾ വീതി കുറഞ്ഞതും വെയിറ്റ് കുറഞ്ഞതുമായ പാത്രങ്ങൾ മുകളിലോട്ട് വയ്ക്കുക. ഇല്ലെങ്കിൽ സ്റ്റാൻഡ് മുൻപോട്ട് തട്ടിമറിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് ഇതേപോലെയും വെക്കാം, ചിരിച്ചിട്ടും ഈ സ്റ്റാൻഡ് വെക്കാം കേട്ടോ. ഇത് വെക്കുന്നതാണ് എനിക്ക് സ്പേസ് ലാഭിക്കാൻ നന്നായിട്ട് തോന്നിയത്. അപ്പോൾ ഇത് എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമായിരിക്കും ഈ സ്റ്റാൻഡിൽ പാത്രം വെച്ചാൽ. വെറുതെ മുകളിൽ വെക്കുന്നതിൽ എളുപ്പമാണ്. അടുത്തത് ഞാൻ വലിയ പോട്ടും അങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ് വെക്കുന്നത്. ഇത് ബിരിയാണി പോട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഇവിടെ വെക്കുകയാണ്. അതിൻ്റെ മുകളിൽ വേറെ പാത്രങ്ങൾ ഇപ്പോൾ നമ്മൾ മൂടിയോട് കൂടി തന്നെ വെക്കുകയാണ്. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ പാത്രം വാങ്ങുമ്പോൾ ഒരുവിധം എല്ലാ പാത്രത്തിനും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണെങ്കിൽ മൂടിയോട് കൂടി സെറ്റായി തന്നെ കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് ചിലത് ഗ്ലാസ് ആയിരിക്കും, ചില സ്റ്റീലിൻ്റെ ആയിരിക്കും. ഓരോ പർപ്പസ് അനുസരിച്ച് മൂടിയേക്ക് വ്യത്യാസമുണ്ട്. ഇരുമ്പ് പാത്രങ്ങളാണെങ്കിൽ അതിന് മൂടിക സാധാരണ ഉണ്ടാവാറില്ല. അടുത്തത് ഇതുപോലൊരു സ്റ്റാൻഡാണ്. ഇത് നമുക്ക് കിച്ചണിൽ അല്ലെങ്കിൽ ഏതൊരു ഷെൽഫിലെയും സ്പേസ് കൂട്ടാനായിട്ട് നമുക്കത് ഉപയോഗിക്കാം. അതായത് ഇത് വളരെ ഹൈറ്റ് കൂടിയൊരു ഷെൽഫാണ്. അപ്പോൾ ഈ ഒരു തട്ട് വെക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലും താഴെയായിട്ട് പാത്രങ്ങൾ വെക്കാം. ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ തന്നെ ഒരു തവയാണ് വെക്കുന്നത്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടോസ്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അതിന് മുകളിൽ ഞാൻ ചെറിയൊരു ഷീറ്റ്, ഒരു പേപ്പറിൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു ഫോം ഷീറ്റോ എന്തെങ്കിലും വെച്ചാൽ മതി. അടുത്ത പാൻ അങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു പാൻ. ഇത് നമുക്ക് ചെറിയ അപ്പമൊക്കെ ചുട്ടെടുക്കാനായിട്ടോ അങ്ങനെ അല്ലെങ്കിൽ മുട്ട പൊരിക്കുമ്പോൾ ഒക്കെ 4 എണ്ണമായിട്ടൊക്കെ നമുക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോത്തിൻ്റെയും ഇടയിൽ ഇതുപോലെ പേപ്പർ വെച്ച് കൊടുത്താൽ മറ്റു പാത്രങ്ങളിലേക്ക് സ്ക്രാച്ചോ കാര്യങ്ങളോ വരാതെ വൃത്തിയായിട്ടത് ഇരിക്കുകയും ചെയ്യും. ഇനി ഈ സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് പാത്രങ്ങൾ വെക്കാം. അപ്പോൾ ഈ ഷെൽഫ് ഈ ഒരു വീതിയിൽ മാത്രമേ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് കിട്ടുള്ളൂ. 2 എണ്ണമൊക്കെ വാങ്ങിയാലാണ് നമുക്ക് മുൻപോട്ട് വെച്ചാൽ കുറച്ചും കൂടി വീതിയിൽ വലുപ്പത്തിലുള്ള പാത്രങ്ങൾ വെക്കാനായിട്ട് പറ്റുക കേട്ടോ. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാൻഡിൻ്റെ പാത്രങ്ങളാണ്. ഇതിൽ ബ്ലൂ കളറിൽ ഇങ്ങനെ വരുന്നുണ്ട്, ഒരു കോട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. നമ്മൾ ഫുഡ് സെർവ് ചെയ്യുമ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ സെർവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കുഞ്ഞ് കടായി, ഇത് ഇരുമ്പിൻ്റെയാണ്. ഇത് കുഞ്ഞ് ചീനച്ചട്ടി ഉണ്ടല്ലോ, നമ്മൾ കടുകൊക്കെ വറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ബ്രാൻഡിന് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു അളവും പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലെ അളവും നമ്മുടെ കയ്യിലുണ്ട്. 3 ലിറ്റർ 5 ലിറ്റർ അങ്ങനെ വലിയ കുക്കർ വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഈ പാത്രങ്ങളെല്ലാം തന്നെ ഈ കാണുന്ന രീതിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസിൻ്റെ കൊച്ചു പാത്രങ്ങളൊക്കെ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കുന്ന ഗ്ലാസ് പാത്രം. അപ്പോൾ ഓരോത്തിൻ്റെ ഇടയിൽ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാരണം അല്ലെങ്കിൽ അത് ഇങ്ങനെ മുകളിൽ വെച്ചാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് വെച്ചാൽ നമുക്ക് ഒരു കേടുകൂടാതെ പാത്രങ്ങൾ ഇരുന്നോളും. അപ്പോൾ ഓരോന്നും തരം തിരിച്ചിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഒതുക്കാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞാൻ മുൻപേ ഇത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് നല്ല രീതിക്ക് വൃത്തിയായിട്ട് ഇരിക്കുന്നത്. ഇനി വീണ്ടും ഇത് ഒതുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. നേരത്തെ കാണിച്ച പാത്രങ്ങളുടെ തൊട്ട് സൈഡിലായിട്ടാണ് ഈ പറഞ്ഞ പാത്രങ്ങളും സ്പൂണുകളൊക്കെ ഇരിക്കുന്നത്.
പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കുന്ന ഗ്ലാസ് പാത്രങ്ങൾ, കൊച്ചു കൊച്ചു ഐസ്ക്രീം ബൗളുകൾ, ഇതെല്ലാം അതിൻ്റെ തൊട്ട് മുകളിലെ ഷെൽഫിൽ ഈ കാണുന്ന രീതിയിലാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഡെയിലി ഇപ്പോൾ എടുക്കുന്ന ചായപാത്രം അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇല്ലേ, പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന ഫുഡൊക്കെ ബാക്കി വരുമ്പോൾ വരുന്ന ഗ്ലാസ് പാത്രങ്ങൾ, ഇതെല്ലാം തന്നെ കൗണ്ടർ ടോപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ഈ ഒരു ഷെൽഫിലാണ് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ബാക്കി വരുന്ന എല്ലാ കറികളും ഇതുപോലെയുള്ള ഗ്ലാസ് പാത്രത്തിലാണ് വെക്കുന്നത്. കാരണം ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ വെക്കുമ്പോൾ കറണ്ട് കൺസംഷൻ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്ലാസിൻ്റെ പാത്രത്തിൽ വെച്ചാൽ ഹെൽത്തിനും നല്ലതാണ്, കാരണം പ്ലാസ്റ്റിക്കും അങ്ങനത്തെ അതിലും നല്ലതാണ്. രണ്ടാമത് ഈ പറഞ്ഞ കറണ്ടിൻ്റെ കൺസംഷൻ കുറഞ്ഞും കിട്ടും. അപ്പോൾ ഗ്ലാസ് പാത്രങ്ങളെല്ലാം തന്നെ ഈ കാണുന്ന രീതിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ മെഷറിംഗ് കപ്പ്, അത്യാവശ്യം കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കൊച്ചു കൊച്ചു പാത്രങ്ങളും ഇതെല്ലാം തന്നെ ഈ കാണുന്ന ഷെൽഫിലാണ് ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്നത്. എല്ലാത്തിൻ്റെ ഉള്ളിലും ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്, ലൈനർ പോലത്തെ ഷീറ്റ്. പക്ഷേ ചുമരിലൊക്കെ ഈർപ്പം വരാനുള്ള സാധ്യതയുണ്ട്, കാരണം ചുമരിലുള്ള അൽമാരകൾ പോലത്തെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈർപ്പം വരുമ്പോൾ കളറുകൾ വരും ഇങ്ങനെ ചുമരുമ്പോൾ. അത് മാത്രമാണ് ഈ ഷെൽഫുകളുടെ ഒരു പ്രോബ്ലം. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പാത്രങ്ങളെല്ലാം തന്നെ കൗണ്ടർ ടോപ്പിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ തൊട്ട് താഴെ ഷെൽഫിലാണ് നമ്മൾ ഇഡ്ഡലി പാത്രം വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൺപാത്രങ്ങൾ വെച്ചിരിക്കുന്നത്, മീൻകറി വെക്കാനായാലും പച്ചക്കറി സാമ്പാർ വെക്കാനൊക്കെ മൺചട്ടിയൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് തൊട്ട് താഴെയാണ്. അവിടെയും കാര്യമായിട്ട് ഒതുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ തന്നെ അവിടെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അന്നത്തെ ദിവസം ഞാൻ ഒതുക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ കൗണ്ടർ ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള ഷെൽഫിലെ പാത്രങ്ങൾ, ഈ കാണുന്ന ഏരിയയിലുള്ള പാത്രങ്ങൾ ഒതുക്കലായിരുന്നു. പക്ഷെ അത് ഞാൻ കുറച്ച് മുൻപേ ഒതുക്കി വെച്ചിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കാര്യമായിട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ആ ഒരു ക്ലിപ്പിങ്ങും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. കാരണം നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന ഡെയിലി വെക്കുന്ന പാത്രങ്ങൾ ഇരിക്കുന്ന ആ ഏരിയ എവിടെയാണെങ്കിലും അവിടെ ഒതുക്കുക. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഷെൽഫുകളിലാണ് നമ്മൾ വലിയ വലിയ പാത്രങ്ങൾ, അതായത് ഇപ്പോൾ ഡെയിലി ബേസ് നമ്മൾ അരി വെക്കാനായാലും എടുക്കുന്ന കലം അല്ലെങ്കിൽ അങ്ങനത്തെ പാത്രങ്ങൾ, കുക്കറുകൾ, ഇതെല്ലാം തന്നെ ഈ കാണുന്ന ഷെൽഫിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. സ്റ്റീൽ ബോണികൾ അങ്ങനത്തെ ഒക്കെ നമ്മളിങ്ങനത്തെ ചുമരാലമാരിയിൽ പാത്രങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞ് എടുക്കാണ്ടാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ള കുത്തുകളൊക്കെ വരും, പ്രത്യേകിച്ച് മൺചട്ടി അതൊക്കെ. അപ്പോൾ നല്ല രീതിക്ക് കഴുകിയെടുത്താലാണ് അത് വൃത്തിയാവുള്ളൂ. അങ്ങനെ ഒരു ഫോൾട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. പിന്നെ ചുമരുമ്മയുള്ള ഈ ഒരു ഷോക്കേസ് പോലത്തെയിലാണ് നമ്മൾ ഗ്ലാസിൻ്റെ ചെറിയ ഗ്ലാസ്സുകളെല്ലാം വെച്ചിരിക്കുന്നത്. ഗ്ലാസിൻ്റെ ചെറിയ ഗ്ലാസ്, വലിയ ഗ്ലാസ് അങ്ങനത്തെയൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ, മൂടികൾ, ഇതെല്ലാം തന്നെ ഈ ഒരു പ്ലേറ്റ് സ്റ്റാൻഡിന്മേയാണ് വെച്ചിരിക്കുന്നത്. ഗ്ലാസ് വെക്കാനായിട്ട് വേറൊരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ കിച്ചൺ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പാത്രങ്ങൾ ഒതുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.